കർത്താവിൽ പ്രിയരെ, പ്രാർത്ഥിച്ച് ആരംഭിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമാകുന്ന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യക മർത്തമറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, കഴിഞ്ഞ 2 ആഴ്ച നമുക്ക് ബൈബിൾ സ്റ്റഡി നടത്തുവാനായിട്ട് സാധിച്ചില്ല. ഒരാഴ്ച ഈ വേദഭാഗം ഒന്ന് പഠിച്ച് പ്രിപ്പയർഡ് ആവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച പനി പിടിച്ച് ഇച്ചിരി പ്രയാസമായി. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയും നമുക്ക് നടത്താനായിട്ട് സാധിച്ചില്ല. ദൈവത്തിന്റെ അളവറ്റ കരുണയാൽ ഇന്ന് നമുക്ക് വീണ്ടും കൂടി വരുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുകയാണ്. ദൈവത്തെ നന്ദിയോടുകൂടി ഈ സമയത്ത് ഓർക്കുകയാണ്. ഈ കഴിഞ്ഞ തിങ്കളാഴ്ച പ്രഭാതം ഈ ഒരു ദുഃഖവാർത്ത കേട്ടാണ് നാം ഓരോരുത്തരും ഉണർന്നത്. നമ്മുടെ സമീപ ദേശമായിരിക്കുന്ന, പ്രത്യേകിച്ച് കോഴിക്കോടിന്റെ ജില്ലയായിരിക്കുന്ന വയനാട്, വലിയൊരു ദുരന്തം നമുക്ക് വിവരിക്കാനോ നമ്മുടെ ഗ്രഹിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ദുരന്തം, അപ്രതീക്ഷിതമായ ഒരു ദുരന്തം, അത് കാണാനും ഒക്കെ ഇടയായി തീർന്നു. അതിൽ ഒത്തിരി ആളുകൾ ദുഃഖിതരായി കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് ബന്ധുമിത്രാദികളുടെ വിയോഗം, അത് ശരിക്കും അതിന്റെ ദുഃഖം ആർക്കും പരിഹരിക്കാനായിട്ട് സാധിക്കുന്നത്. ദൈവം തന്നെ അതിനകത്ത് ഇടപെടണം. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒത്തിരി മനുഷ്യർ, ഏതാണ്ട് 350ഓളം പേരെ ഇപ്പോൾ കണ്ടെത്തി. എന്നാൽ അതിലെത്രയോ അധികമാണ് ആളുകളുടെ മരണം. അതിലുമൊക്കെ ഒത്തിരി ദുഃഖത്തിൽ ആയിരിക്കുന്ന ആളുകളെയൊക്കെ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ മരണത്തിലൂടെ വേർപെട്ടു പോയ എല്ലാ മനുഷ്യരുടെയും ആത്മാക്കൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേക ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ സഭയെ സംബന്ധിച്ച്, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് പരിശുദ്ധ ദൈവമാതാവിന്റെ മാധ്യസ്ഥം കൂടുതലായിട്ട് തേടുന്ന ഒരു കാലഘട്ടമാണിത്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളിലേക്ക് ഓഗസ്റ്റ് 14, 15 തീയതികളിൽ പരിശുദ്ധ അമ്മയുടെ വാങ്ങിപ്പ് പെരുന്നാളാണല്ലോ, ശൂലോയ പെരുന്നാളാണല്ലോ. ആ ഒരു പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് നോമ്പെടുത്തും പ്രാർത്ഥിച്ചുമെല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരിശുദ്ധ അമ്മയെ പറ്റി വേദപുസ്തകത്തിൽ ഒത്തിരി ഇടങ്ങളിൽ നമുക്ക് ഒത്തിരി നല്ല ആശയങ്ങൾ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിലെ ഒരാശയം മാത്രം നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഒന്ന്, നമ്മൾ ആരും പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മാധ്യസ്ഥം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വർഗീയ മാതാവാണ്, നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ് കന്യക മറിയം. അത് നമുക്ക് കാനാവിലെ കല്യാണ വീട്ടിലാണ് അത് നമുക്ക് കൂടുതലായിട്ട് വ്യക്തമായി മനസ്സിലാകാൻ ഇടയാകുന്നത്. കാരണം ആ വീട്ടിലെ ഒരു കുറവ് ആ വീട്ടുകാരനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അറിയുന്നതിന് മുൻപ് തന്നെ പരിശുദ്ധ അമ്മ അറിയുക മാത്രമല്ല അതിനകത്ത് ഇടപെടുകയാണ്. ആരും പ്രാർത്ഥിക്കാതെ, ആരും ആവശ്യപ്പെടാതെ, ആരും ഒരു അഭ്യർത്ഥന പോലും നടത്താതെ അതിനകത്ത് കന്യക മറിയം അമ്മയുടെ ഒരു ഇടപെടൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടുന്നവർക്ക് വേണ്ടി എത്രയധികമായിട്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുവാനായിട്ട് ആരംഭിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താലും പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും ഇത് പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് ഇടയായി തീരണം. പഴയ നിയമത്തിൽ ഒത്തിരി കാവ്യാത്മകമായ പുസ്തകങ്ങൾ കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. അതിനകത്ത് വിജ്ഞാന സാഹിത്യത്തിലെ ഏറ്റവും നല്ല ഒരു കൃതിയാണ് ഇയ്യോബിന്റെ പുസ്തകം.
ഈ പുസ്തകം BC 6-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ടു എന്നാണ് വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. BC 6-ാം നൂറ്റാണ്ടിലോ 5-ാം നൂറ്റാണ്ടിലോ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. കൃത്യമായൊരു സമയം ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ചില നിഗമനങ്ങൾ മാത്രമാണ്. ആ നിഗമനത്തിൽ ഏറ്റവും ശക്തമായിട്ട് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത് BC 6, 5 ഈ നൂറ്റാണ്ടുകളിൽ എപ്പോഴോ ആണ് ഇയ്യോബിന്റെ പുസ്തകം എഴുതപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇയ്യോബ് എന്ന ഒരു പേര്, ഈ പേര് യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന ഒരു പേരല്ല. അതുകൊണ്ട് തന്നെ ഇയ്യോബ് ഒരു വിജാതീയനായിരുന്നുവെന്നും എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിലെ അനുഭവ കഥകൾ യഹൂദ മതാത്മകതയ്ക്ക് അത് സഹായകരമാകും എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന്റെ കഥ ഈ പഴയ നിയമ ഗ്രന്ഥമാക്കി പിന്നീട് എടുത്തു എന്നുമാണ് വേദപണ്ഡിതന്മാര് അഭിപ്രായപ്പെടുന്നത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥലത്തെ പറ്റി പറയുന്നുണ്ട്. ഊസ് എന്ന ദേശത്താണ് ഇയ്യോബ് ജനിച്ച് വളരുന്നതും അവിടെയാണ് തുടരുന്നതെന്നും അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഊസ് എന്ന ദേശം അത് ഇസ്രായേലിന് തെക്ക് ഏദോം ദേശത്തോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അവര് തെളിവായിട്ട് പറയുന്നത് വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യമാണ്. അതൊന്നെടുത്ത് വായിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. വിലാപങ്ങൾ 4-ാം അധ്യായം 21-ാമത്തെ വാക്യം. ആർക്കെങ്കിലും വായിക്കാമോ? വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 21-ാമത്തെ. ഏദോം പുത്രിയെ സന്തോഷിച്ച് ആനന്ദിക്കുക, പാനപാത്രം നിന്റെ അടുക്കിലേക്ക് വരും, നീ ലഹരി പിടിച്ച് നിന്നെ തന്നെ നഗ്നയാക്കും. മതി. അതവിടെ ഊസ് ദേശത്തെ പറ്റി ഒരു സൂചന അവിടെ തരുന്നുണ്ട്. ഊസ് ഏദോം ദേശത്തോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ദേശമായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വിജാതീയ ദേശവും ഇയ്യോബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു വിജാതീയനായിരുന്നു എന്നും പരിഗണിക്കപ്പെടുന്നുണ്ട്. ഈ ഇയ്യോബിന്റെ പുസ്തകം കൊണ്ട് യഹൂദ മതപണ്ഡിതന്മാര് ആഗ്രഹിച്ചിരുന്നത് കുറച്ച് ഉദ്ദേശങ്ങൾ ഈ പുസ്തകം പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട് അവര് ഉദ്ദേശം വെച്ചിരുന്നത്, ഒന്ന്, ഇയ്യോബിന്റെ സഹനം, അദ്ദേഹം നീതിമാനായിരുന്നു എന്ന് ഈ 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇയ്യോബ് നീതിമാനായിരുന്നു. ഒന്ന്, സഹനത്തെ പറ്റി തന്നെ നമുക്ക് ഒരു ധാരണയിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഹനമെന്ന് നമ്മൾ തന്നെ പലപ്പോഴും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ദൈവത്തോട് ചോദിക്കാത്ത ആളുകൾ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോ അങ്ങനെയെങ്കിൽ നീതിമാൻ എന്തുകൊണ്ടാണ് സഹിക്കേണ്ടി വരുന്നത്? നീതി മാത്രം ചെയ്ത് നന്മ മാത്രം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ് ഇയ്യോബ്. പക്ഷെ അദ്ദേഹത്തിന് ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥ കടന്നു വരികയാണ്. അപ്പോ നീതിമാന്റെ സഹനത്തിലേക്ക് വെളിച്ചം വീശാനായിട്ടാണ് ഈ പുസ്തകം ഈ പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയതെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുക. ഒന്ന്. രണ്ടാമതായി ഈ പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാർത്ഥതയില്ലാത്ത ദൈവഭക്തി സാധ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊക്കെ ദൈവത്തോട് സ്നേഹമുണ്ട്, ഭക്തിയുണ്ട്, ആരാധനയുണ്ട്. പക്ഷെ അതിനൊക്കെ ഓരോ കാരണങ്ങളും ഒരു പക്ഷെ ഉണ്ടാവാം. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഇയ്യോബിന് ദൈവത്തോടുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ആരാധനയും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ആയിരുന്നില്ല എന്ന് ഇയ്യോബിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. കാരണം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. അപ്പൊ ഒന്ന്, ഇതിന്റെ ഉദ്ദേശങ്ങളിൽ ഒന്ന്, നീതിമാന്റെ സഹനം എന്തുകൊണ്ട് എന്ന് കണ്ടെത്താനുള്ള ഒരു പരിശ്രമമാണ്. രണ്ട്, സ്വാർത്ഥതയില്ലാത്ത ദൈവഭക്തി സാധ്യമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മൂന്ന്, സഹനത്തിന്റെ പാതയിലേക്ക്
ഒരു വ്യക്തി നടന്ന് അടുക്കുമ്പോൾ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാനും ബലപ്പെടുത്താനും ഈ പുസ്തകം സഹായകമാകും എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഈ പുസ്തകം പഴയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, ഇയ്യോബിന്റെ പുസ്തകം ഉള്ളത് കൊണ്ട് തന്നെ എന്തുമാത്രം ആശ്വാസത്തിന്റെ വാക്കുകൾ പലരോടും പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലരും വന്ന് ചോദിക്കും, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയും, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കും, ദൈവമേ, നന്മ മാത്രം ചെയ്തിട്ടും ഇങ്ങനെ ബുദ്ധിമുട്ടുകളും വേദനകളും പരിഹാസങ്ങളും സഹനത്തിന്റെ തീയമ്പുകളൊക്കെ ആണല്ലോ ജീവിതത്തിൽ എന്ന് നമുക്ക് പലപ്പോഴും ചിന്ത കയറി വരുമ്പോൾ നമുക്ക് ഈ പുസ്തകം ഒത്തിരി ആശ്വാസം തരുന്നുണ്ട്. കാരണം നീതി മാത്രം ചെയ്ത് നന്മ മാത്രം ചെയ്ത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ സ്നേഹിച്ച് ജീവിച്ച ഒരു മനുഷ്യനായി ഇയ്യോബ്. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തുമാത്രം ശോധനകളും വേദനകളും കടന്നു വരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന്റെ പുസ്തകത്തെ പറ്റി ആമുഖ ചിന്തകൾ ഇതാണ് പങ്കുവയ്ക്കുവാനായിട്ട് ഉള്ളത്. അടുത്തതായി ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തകം കയ്യിലുള്ളവരിൽ നിന്ന് എല്ലാം വേദപുസ്തകം ഒന്ന് തുറന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം. 1-ാം അധ്യായം 1 ആരംഭിക്കുന്നത് എങ്ങനെയാണ്? 1-ാമത്തെ വാക്യം, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവരും ആയിരുന്നു. ഇയ്യോബിനെ പറ്റി 4 സവിശേഷതകൾ പറഞ്ഞുകൊണ്ടാണ് ഇയ്യോബിന്റെ പുസ്തകം ആരംഭിക്കുന്നത്. 1, അവൻ നിഷ്കളങ്കനായിരുന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം യേശു എത്രയോ തവണ ശിഷ്യന്മാരോടും അല്ലെങ്കിൽ സമൂഹത്തോടും വിളിച്ചു പറയുന്നുണ്ട്, ഒരു ശിശുവിനെ എടുത്തിട്ട് നിങ്ങൾ ഈ ശിശുവിനെ പോലെ ആയില്ലെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കഴിഞ്ഞ ആഴ്ചത്തെ വേദഭാഗത്തിലൊക്കെ അത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ശിഷ്യന്മാരുടെ ഇടയിൽ ഒരു വലിയ തർക്ക വിഷയം തന്നെ, ആരാണ് സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന്. അപ്പോഴേ യേശു ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ആ കുഞ്ഞിനോട് ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, ഈ ശിശുവിനെ പോലെ നിഷ്കളങ്കതയുടെ പര്യായങ്ങളായി മാറ്റപ്പെട്ടില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോലും പ്രവേശിക്കില്ലെന്ന് യേശു ശിഷ്യന്മാരോട് പറയുകയാണ്. ഇയ്യോബിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയാണ് ഇയ്യോബ് നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു. രണ്ടാമത് നേരുള്ളവനായിരുന്നു. അതായത് നേരുള്ളവൻ എന്ന് പറഞ്ഞാൽ കാപട്യമില്ലായിരുന്നു. യഹൂദന്മാരെ യേശു ഏറ്റവും കൂടുതൽ ശാസിക്കുന്നത് അവരുടെ കാപട്യത്തെ നോക്കിയിട്ടായിരുന്നു. കപട ഭക്തന്മാരെ നിങ്ങൾക്ക് ഹാ കഷ്ടമെന്ന് പറഞ്ഞ് എത്രയോ തവണ യേശു യഹൂദന്മാരുമായി ദൈവജനവുമായി അബ്രഹാമിന്റെ സന്തതിയുമായിട്ട് കലഹിക്കുന്നുണ്ട്. കാരണം പുറമെ നല്ല ഭക്തർ, പക്ഷെ ഉള്ളിൽ അന്തരാത്മാവിൽ ഒത്തിരി തിന്മയും അശുദ്ധിയും വഹിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിന്റെ ജീവിതത്തിലെ 2-ാമത്തെ സവിശേഷത, അദ്ദേഹം കാപട്യമില്ലാത്ത മനുഷ്യനായിരുന്നു. 3, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സവിശേഷതയാണ് അദ്ദേഹം ദൈവ ഭക്തനായിരുന്നു. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദൈവ ഭക്തന്റെ ലക്ഷണം ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. കാരണം എല്ലാം നഷ്ടപ്പെട്ടപ്പോഴും ദൈവം മാത്രം എനിക്ക് തുണ എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യ പോയി തൂങ്ങിച്ചാകെ ഇനിയും ദൈവഭക്തി മുറുകെ പിടിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞപ്പോ, നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കരുതെന്ന് പറഞ്ഞ് ഭാര്യയെ ശാസിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നഗ്നനായി ഈ ഭൂമിയിലേക്ക് വന്നു, നഗ്നനായിട്ട് തന്നെ ഞാൻ മടങ്ങിപ്പോകും, എന്നാലും ഞാൻ എൻ്റെ ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കില്ലെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ നല്ലൊരു ദൈവ ഭക്തനായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹത്തെ പറ്റി പറയുന്നത് 4-ാമത്തെ സവിശേഷതയാണ്, ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു. ദോഷം വിട്ട് അകലുന്നവനും ആയിരുന്നു. ദൈവഭക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദോഷം വിട്ട് ഓടുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇയ്യോബിന്റെ ജീവിതത്തിന്റെ 4 സവിശേഷതകളാണ് പറഞ്ഞത്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? നിഷ്കളങ്കനും 1 നിഷ്കളങ്കനായിരുന്നു, 2 നേരുള്ളവനായിരുന്നു, 3 ദൈവഭക്തനായിരുന്നു, 4 ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. അപ്പൊ ഈ 4 സവിശേഷത ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു.
ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരണം എന്ന് ഈ ഇയ്യോബിന്റെ പുസ്തകം ഈ വേദപുസ്തകത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും ആഗ്രഹിച്ചിരിക്കുക. അതുകൊണ്ട് അതിന്റെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ തന്നെ ഇത് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇയ്യോബിന്റെ കുടുംബത്തിലുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ വ്യക്തികളുടെ എണ്ണവും അതിനുശേഷം അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അളവുമെല്ലാം പിന്നീട് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അവിടെ 2-3 വാക്യങ്ങൾ എങ്ങനെയാണ്: അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ജനിച്ചു. അപ്പോ മക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. 10 മക്കള് ആർക്കുണ്ടായിരുന്നു? ഇയ്യോബിന് ഉണ്ടായിരുന്നു. ഇതും ദൈവത്തെ സംബന്ധിച്ച് ഒത്തിരി ആനന്ദം നൽകുന്ന കാര്യമാണ്. കാരണം മക്കളെ സ്വീകരിക്കുന്നത് ദൈവത്തിന് സന്തോഷമാണെന്ന് വേദപുസ്തകത്തിൽ എത്രയോ ഇടങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിലെ വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് മക്കളെ സ്വീകരിക്കാനുള്ള വിമുഖത നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് ക്രൈസ്തവരായിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും. 1ഉം 2ഉം ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് മുന്നോട്ട് മക്കളെ സ്വീകരിക്കാനുള്ള ഒരു വിമുഖത ധാരാളമായിട്ടുണ്ട്. അതിന്റെ എല്ലാ പ്രയാസങ്ങളും ഇന്ന് സമൂഹത്തിൽ ക്രൈസ്തവർ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മക്കളെ സ്വീകരിക്കാനുള്ള വലിയൊരു തുറവി ആർക്കുണ്ടായിരുന്നു? ഇയ്യോബിനുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ അളവാണ് പറയുന്നത്. അവനെ 7000 ആടും 3000 ഒട്ടകവും 500 ഏർക്കാളയും 500 പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു. അങ്ങനെ അവൻ സകല പൂർവ്വ ദിഗ്വാസികളിലും മഹാനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഇയ്യോബിന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രവൃത്തിയെ പറ്റിയാണ് 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് 4ഉം 5ഉം വാക്യങ്ങളിൽ കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. ഒന്ന് വായിക്കാമോ 4ഉം 5ഉം വാക്യങ്ങൾ? അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ചു പാനം ചെയ്യുവാൻ തങ്ങളുടെ 3 സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ വിരുന്ന് നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്തു ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കും എന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്ന രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും. ഇങ്ങനെ ഇയ്യോബ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു. അതായത് ഇയ്യോബിന്റെ 10 മക്കൾ, അവരെല്ലാം 10 കുടുംബങ്ങളായി എന്ന് നമുക്കിത് വായിക്കുമ്പോൾ കണ്ടെത്താനായിട്ട് സാധിക്കും. 10 കുടുംബങ്ങളായി. പക്ഷെ ഇവര് മാറിയൊക്കെ താമസിച്ചിരുന്നെങ്കിലും ഇവർക്കിടയിൽ എന്തുണ്ട്? വലിയ സാഹോദര്യ സ്നേഹമുണ്ട്. 7 സഹോദരന്മാര്. അവർക്ക് നിർണയിക്കപ്പെട്ടിരിക്കുന്ന ഓരോ സമയങ്ങളിൽ, ഒരുപക്ഷെ ഓരോ മാസത്തിലായിരിക്കാം, അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോഴായിരിക്കാം, ഇവര് എന്ത് ചെയ്യും? ഇവരൊരു വിരുന്നൊരുക്കും. എന്നിട്ട് സഹോദരിമാരെ കൂടെ ആ വിരുന്നിലേക്ക് ക്ഷണിച്ച് അവിടെ സാഹോദര്യ സ്നേഹവും ദൈവസ്നേഹവും ഒക്കെ പങ്കുവെക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര നന്മയും എത്ര സൗന്ദര്യവുമാണെന്നൊക്കെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നില്ലേ? ആ ഒരു അനുഭവം ഇയ്യോബിന്റെ മക്കളുടെ ജീവിതത്തിൽ കാണാനായിട്ട് ഇടയായി തീരുകയാണ്. ഇത് മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായതിന്റെ കാരണം എന്താ? അപ്പന്റെ ജീവിതത്തിൽ ഇത് ഉള്ളത് കൊണ്ടാണ് മക്കളുടെ ജീവിതത്തിലും ഇത് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവര് കൂടി വരുമ്പോ അതിലെല്ലാം ഇയ്യോബിന് സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. പക്ഷെ ഇയ്യോബിനൊരു ആശങ്കയുണ്ട്. എന്താണെന്ന് അറിയാമോ? എന്നാൽ വിരുന്നു നാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും അവർക്ക് വേണ്ടി ബലി അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ആരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു? ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മക്കളുണ്ട് അല്ലേ? ഒത്തിരി മക്കളെ ദൈവം നമുക്ക് ദാനമായിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ഇയ്യോബിന്റെ ഈ ഒരു ചിന്താഭാരം നമ്മളെ എപ്പോഴെങ്കിലും ഭാരപ്പെടുത്തിയിട്ടുണ്ടോ? നമ്മുടെ മക്കളെല്ലാം മുതിർന്ന് വളർന്നു വരുമ്പോ ഇതാ നമുക്കൊക്കെ ഭാരമുള്ളത് പലപ്പോഴും നമ്മുടെ മക്കള് ഈ ലോകത്തിൽ ഉന്നതമായ ഒരു നിലയിലേക്ക് എത്തിയില്ലെങ്കിൽ അതാണ് നമ്മളെ ഭൂരിഭാഗം ആളുകളെ ഭാരപ്പെടുത്തുന്നത്. എന്നാൽ
ഇയ്യോബിനെ ഭാരപ്പെടുത്തുന്നത് അതൊന്നുമല്ലായിരുന്നു. ഇയ്യോബിനെ ഭാരപ്പെടുത്തുന്നത് എൻ്റെ മക്കൾ അവർ എൻ്റെ ദൈവത്തിന് വിരോധമായി പാപം ചെയ്ത് ദൈവത്തിന്റെ ഹൃദയത്തിന് വേദന പകർന്നു കൊടുത്തോ എന്നുള്ളൊരു വലിയൊരു ഒരു ഭാരമാണ് ആരെ ഭരിച്ചിരുന്നത്? ഇയ്യോബിനെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് എന്താ, ഓരോ വിരുന്ന് കഴിയുമ്പോഴും മക്കളെ എല്ലാം വിളിച്ചു വരുത്തിയിട്ട് അവരോട് ചേർന്ന് പ്രാർത്ഥിച്ച് അവരുടെ കുറവുകളെ ഓർത്ത്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയ എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഓർത്ത് ദൈവത്തോട് അവരോട് ചേർന്ന് മാപ്പപേക്ഷിക്കുകയും അവർക്ക് വേണ്ടി പ്രത്യേകം ബലികളും കാഴ്ചകളും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇയ്യോബിന്റെ ജീവിതത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എത്രമേൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയമാണ് ഇയ്യോബിൻ്റെതെന്ന് നമുക്ക് ഈ ഒരു ഭാഗം തന്നെ നോക്കിയാൽ കണ്ടെത്താനായിട്ട് സാധിക്കും. അദ്ദേഹം മാത്രമല്ല, തലമുറകളായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ കൂടെ നമുക്ക് ഇവിടെ കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനുശേഷം 6 മുതലുള്ള വാക്യങ്ങളിലേക്ക് കയറുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇതിപ്പോ നമ്മൾ ഭൂമിയിൽ കാണുന്ന കാര്യങ്ങളാണ്. എന്നാൽ പിന്നീട് കാണുന്നത് 6 മുതലുള്ള വാക്യങ്ങൾ അത് ദൈവസന്നിധിയിൽ നടക്കപ്പെടുന്ന, അത് മറ്റാരും കാണാത്ത കാര്യങ്ങളാണ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ഒന്ന് വായിക്കാമോ? 6ഉം 7ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു. യഹോവ സാത്താനോട്, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യഹോവ ഇതിനകത്ത് നമുക്കറിയാം ഇതുവരെ നടന്നത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോ ഈ 6 മുതലുള്ള വാക്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഇത് ദൈവസന്നിധിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അവിടെ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഒരു ദിവസം ദൈവപുത്രന്മാർ, അത് മാലാഖമാരാണെന്നാണ് സഭാപിതാക്കന്മാരും അതുപോലെ വേദപണ്ഡിതന്മാരും പഠിപ്പിക്കുന്നത്. മാലാഖമാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെന്നു. എന്തിനാണ് മാലാഖമാർ ദൈവസന്നിധിയിൽ നിൽപ്പാൻ ചെല്ലുന്നത്? പ്രാർത്ഥനകൾ, മനുഷ്യരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരിക്കാം. പ്രിയപ്പെട്ടവരെ, അതിന്റെ കൂടെ ആര് വരികയാണ്? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി. അതായത് ഈ പഴയ നിയമത്തിന്റെ 1-ാമത്തെ പുസ്തകം എടുത്തു നോക്കുമ്പോൾ അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇതുപോലെ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി എവിടെ കടന്നു വരുന്നുണ്ട്? ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ താളുകളിൽ കടന്നു വരുന്നുണ്ട് ഒരു സർപ്പം. ഇതുപോലെ തന്നെ ഇയ്യോബിന്റെ പുസ്തകത്തിന്റെ ആരംഭത്തിലും ആരും ക്ഷണിക്കാത്ത ഒരു വ്യക്തി കടന്നു വരികയാണ്. ആ വ്യക്തിയെ പറ്റി അതിന്റെ പേരും പറയുന്നുണ്ട്. ആരാണ്? സാത്താൻ. പ്രിയപ്പെട്ടവരെ, സാത്താനെ ആരും ക്ഷണിക്കുന്നില്ല, പക്ഷെ അദ്ദേഹം കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്നിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോ ദൈവം സാത്താനോട് ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? അപ്പൊ സാത്താനോട് ചോദിക്കുകയാണ് ദൈവം, നീ എവിടെ നിന്നാണ് വരുന്നത്? ദൈവത്തിന് അറിയാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ മനുഷ്യനെ അറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം അങ്ങനെ ഒരു ചോദ്യം ആരോട് ചോദിക്കുന്നത്? സാത്താനോട് ചോദിക്കുന്നത്. അപ്പൊ സാത്താൻ ഉത്തരം ആയിട്ട് മറുപടി പറയുകയാണ്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. സാത്താൻ എന്താ ചെയ്യുന്നേ? ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ദൈവത്തോട് മറുപടി പറയുകയാണ്. അപ്പോ ഈ ഭൂമിയിൽ ആരുടെ സാന്നിധ്യമുണ്ട്? ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്. അതോടൊപ്പം തന്നെ ആരുടെ സാന്നിധ്യമുണ്ട്? സാത്താന്റെ സാന്നിധ്യമുണ്ട്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പലയിടങ്ങളിൽ നമുക്കിത് കണ്ടെത്താനായിട്ട് സാധിക്കും. 1 പത്രോസ് 5-ാം അധ്യായം ഒന്ന് എടുക്കാമോ? 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 1 പത്രോസ് 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. 1 പത്രോസ് ഒക്കെ എടുക്കാൻ എളുപ്പമാണ്. വെളിപാട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് അങ്ങ് മറച്ചാൽ മതി. യോഹന്നാൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ തൊട്ട് മുമ്പ് 1 പത്രോസ് 5-ാം അധ്യായം പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു. അപ്പോ പരിശുദ്ധനായ പത്രോസ്ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് പുതിയ നിയമസഭയോട് പറയുന്ന ഒരു കാര്യമാണ്, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു
എന്ന് തിരഞ്ഞ് നടത്തുന്നു. സാത്താൻ എന്താണ് ദൈവസന്നിധി പറയുന്നത്? ഞാൻ ഭൂമിയിൽ സഞ്ചരിച്ചിട്ട് വരികയാണ്. ഇവിടെ ഏതാ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. വെറുതെ അങ്ങ് ഊടാടി സഞ്ചരിക്കുകയാണോ? അല്ല. അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് നശിപ്പിക്കേണ്ടതെന്ന് നോക്കി ആര് നടക്കുകയാണ്? സാത്താൻ. ഞാൻ ചോദ്യം ചോദിക്കട്ടെ, സാത്താനും മനുഷ്യനും തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ശത്രുതയുണ്ടോ? ഉണ്ടോ? ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം. സാത്താനും മനുഷ്യനും തമ്മിൽ ശത്രുതയുണ്ടോ? ഇല്ല 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 ചാ. അതെ, അതായത് നമ്മൾ വേദപുസ്തകം മുഴുവനും പഠിച്ചാൽ ഒരിടത്തും സാത്താനും മനുഷ്യനും തമ്മിൽ ഒരു ശത്രുതയുടെ ഒരു കാര്യമേ വരുന്നില്ല. ശരിക്കും സാത്താന് മനുഷ്യനോട് യാതൊരു ശത്രുതയും ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ മനുഷ്യനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്? ദൈവത്തോടുള്ള ശത്രുത്വം കൊണ്ട്. ദൈവത്തോടുള്ള ശത്രുത്വം കൊണ്ട് മനുഷ്യനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം? ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റാൻ. അതായത് സാത്താൻ നോക്കിയപ്പോ മതി കൊച്ചമ്മ, ഓക്കെ, എനിക്ക് മനസ്സിലായി. സാത്താൻ നോക്കിയപ്പോ ദൈവത്തെ വേദനിപ്പിക്കാൻ, ദൈവത്തിനൊരു പ്രഹരം കൊടുക്കാൻ കഴിയണമെങ്കിൽ ആര് അകലപ്പെടണം? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെടണം. അതുകൊണ്ട് ദൈവം തന്റെ സ്നേഹത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുക മാത്രമല്ല, അവന്റെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങൾ നമുക്ക് വേദപുസ്തകത്തിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോ പെറ്റ തള്ള നിന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് പറയുന്ന ആ ഒരു സ്നേഹം. അപ്പൊ സാത്താൻ നോക്കുമ്പോ സാത്താൻ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തോടാണ് ശത്രുത്വം. ആ ദൈവത്തെ വേദനിപ്പിക്കണം. ആ ദൈവത്തെ വേദനിപ്പിക്കാൻ സാത്താൻ കണ്ട നല്ലൊരു മാർഗമാണ് ദൈവത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് ഒട്ടിച്ച് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യനെ ആ ഹൃദയത്തിൽ നിന്ന് പറിച്ച് ദൂരെ എറിയുക. അതുകൊണ്ടാണ് മനുഷ്യനോട് ഈ പിശാചിന് പോരാട്ടം ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അല്ലാതെ മനുഷ്യനുമായിട്ട് യാതൊരു പോരാടേണ്ട കാര്യവും സാത്താന് ഇല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ സാത്താൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഈ ലോകത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ച് ഊടാടി സഞ്ചരിക്കുകയാണ്. ഇനി നമ്മൾ നോക്കിയേ, സാത്താൻ പാപിയെ വിഴുങ്ങാനായിട്ടാണോ കടന്നു വരുന്നത്? അല്ല. അതുകൊണ്ടാണ് ദൈവം ഇയ്യോബിനോട് സാത്താനോട് ചോദിക്കുകയാണ്. അടുത്ത വാക്യം ഇങ്ങനെയാണ്, 8ാമത്തെ വാക്യം, എന്റെ ദാസനായ ഇയ്യോബിന്മേൽ നീ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് ദൈവം തന്നെ ഇയ്യോബിനെ പറ്റി സാക്ഷ്യം പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ ആരെയാണ് നോട്ടം ഇട്ടിരിക്കുന്നത്? വിശുദ്ധിയിൽ ജീവിക്കുന്ന, ദൈവവചനപ്രകാരം ജീവിക്കുന്ന, നിഷ്കളങ്കതയിലും നിർമ്മലതയിലും കാപട്യമില്ലാതെയുമുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ മതി സാത്താന്. പാപത്തിൽ ജീവിക്കുന്നവരൊക്കെ അവരിലേക്ക് ശരിക്കും സാത്താന് വലിയൊരു നോട്ടത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് വലിയ പ്രയോജനമില്ല എന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായം എടുക്കാമോ? എഫേസ്യർ 6-ാം അധ്യായം 10 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകളോട് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുകയാണ്. എഫേസ്യർ 6:10 മുതലുള്ള വാക്യം വായിക്കാമോ? ഒടുവിൽ കർത്താവിലും അവന്റെ അതിബലത്തിലും ശക്തിപ്പെടുകയും വായിച്ചോ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അതായത് പൗലോസ്ലീഹായിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ
സർവായുധ വർഗം ധരിക്കുവേൻ. എന്നിട്ട് പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല. ജഡരക്തങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരീ സഹോദരങ്ങൾ, രക്തബന്ധത്തിലും അല്ലാതെയും ഒക്കെ ഈ ലോകത്തായിരിക്കുന്ന എല്ലാ മനുഷ്യരും, അതാണ് ജഡരക്തങ്ങൾ. നമുക്ക് പോരാട്ടമുള്ളത് ആരോടല്ല? അമ്മായിയമ്മയ്ക്ക് മരുമകളോടല്ല, മരുമകൾക്ക് അമ്മായിയമ്മയോടല്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോടല്ല, ഭർത്താവിന് ഭാര്യയോടല്ല, അപ്പനും അമ്മയ്ക്കും മക്കളോടല്ല, മക്കൾക്ക് മാതാപിതാക്കളോടല്ല. രക്തബന്ധത്തിൽ പിറന്ന സഹോദരങ്ങൾ പരസ്പരം അല്ല പോരാട്ടമുള്ളത്. പിന്നെ ആരോടാണ്? സാത്താനോടാണ് പോരാട്ടം. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും ശേഷം പറയും, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുകയും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒത്തിരി വ്യാഖ്യാനത്തിലേക്ക് അതിന് പോകുന്നില്ല. സത്യസന്ധതയുള്ളവരാകണം, 1. 2, നീതിയുള്ളവരായി തീരണം. 3, സമാധാന സുവിശേഷത്തിന്റെ വക്താക്കളാണ്, അതായത് വചനപ്രകാരം ജീവിക്കുന്ന മനുഷ്യരായി മാറ്റപ്പെടണം. പിന്നീട് പറയുകയാണ്, വിശ്വാസത്തിന്റെ വ്യക്തികളായി മാറണം. പിന്നീട് പറയുന്നു, ദൈവം നൽകിയിരിക്കുന്ന രക്ഷ സ്വീകരിക്കണം. പിന്നീട് ദൈവവചനം എന്ന ആത്മാവിന്റെ വാള് കൈക്കൊള്ളണം. ഇങ്ങനെ 5 സർവായുധ വർഗങ്ങളെ പറ്റിയാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അത് നിങ്ങൾ വായിച്ച് ധ്യാനിച്ച് അതിന് പ്രകാരം ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് പോരാട്ടം ഉണ്ട്. സാത്താൻ നമ്മൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഓരോരുത്തരെയും ടാർഗറ്റ് ചെയ്ത് നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി പരമാവധി കണഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്ക് ദൈവസന്നിധിയിൽ നിലനിൽക്കണമെങ്കിൽ, ദൈവ സ്നേഹത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ സർവായുധ വർഗങ്ങൾ ധരിക്കണം. അതോടൊപ്പം തന്നെ സുവിശേഷം പറയുന്നുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങി പോകില്ല. അതുകൊണ്ട് നല്ല പ്രാർത്ഥനയുടെ മനുഷ്യരാകണം, ഉപവാസത്തിന്റെ മനുഷ്യരായി മാറ്റപ്പെടണം. പ്രിയപ്പെട്ടവരെ, ഈ വേദപുസ്തകത്തിൽ ഇനിയും നമുക്ക് നിരവധി ഇടങ്ങളിൽ സാത്താൻ മനുഷ്യനെ ടാർഗറ്റ് ചെയ്യുന്നതും അവനെതിരെ ദൈവസന്നിധിയിൽ കുറ്റാരോപണം നടത്തുന്നതൊക്കെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അതിനകത്ത് ഒരു ഉദാഹരണത്തിലേക്ക് പോകാം. സക്കറിയ പ്രവാചകന്റെ പുസ്തകം ഒന്ന് എടുക്കാമോ? പഴയ നിയമത്തിലെ സക്കറിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. സക്കറിയാവ് 3:1 എടുക്കാൻ എളുപ്പമാണ്. ആരെങ്കിലും ഒരാൾ വായിക്കാമോ? അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുമ്പിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. കണ്ടോ? അതായത് ദൈവസന്നിധിയിൽ സാത്താൻ കുറ്റാരോപണം നടത്തുന്നൊക്കെ ആർക്കെതിരെയാണ്? മഹാപുരോഹിതനായ യോശുവായ്ക്ക് എതിരെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം മനസ്സിലാക്കാം, യോശുവ എന്ന മഹാപുരോഹിതനിൽ എന്തൊക്കെയോ നന്മകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ കുറ്റാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ഇനി അടുത്തതായി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം എടുക്കാമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് 22:31. ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം മതി. അതായത് ശീമോൻ പത്രോസിനും വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും സാത്താൻ ദൈവസന്നിധിയിൽ വാദിച്ചിരുന്നു. അതുകൊണ്ടാണ് യേശു ശിഷ്യന്മാരോട് പറയുന്നത്, പ്രത്യേകിച്ച് പത്രോസ്ലീഹായോട് പറയുകയാണ്, ശീമോനെ ശീമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റുവാനുള്ള അനുവാദം ചോദിച്ചു. പക്ഷെ യേശു വിട്ടുകൊടുത്തോ? യേശു വിട്ടുകൊടുത്തില്ല. കാരണം നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ വിട്ടുകൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ചില സമയങ്ങളിൽ നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന നടത്താൻ വേണ്ടി ദൈവം വിട്ടുകൊടുക്കാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു തകർച്ചയോ ഒരു സഹനമോ കടന്നു വരുമ്പോ അതിനെ ഓർത്ത് ഒത്തിരി ഭാരപ്പെടാതെ ഇയ്യോബ് ചെയ്തതുപോലെ ദൈവത്തിൽ പരിപൂർണമായിട്ടും ആശ്രയിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം, പഠിക്കണം. കാരണം നമ്മൾ നന്നായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് കൂടുതൽ സഹനം വരാനാണ് സാധ്യത. അത് നിങ്ങൾ അങ്ങനെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ വിശുദ്ധരായി ജീവിച്ചവരുടെ ജീവചരിത്രം എടുക്കുമ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് അനുദിനം അവരുടെ ജീവിതത്തിൽ സഹനങ്ങളും വേദനകളും വർദ്ധിച്ചു വരുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താൻ എന്തുണ്ട്? പോരാട്ടമുണ്ട്. അതായത് ശിഷ്യന്മാർക്ക് വേണ്ടി വാദിച്ചെങ്കിൽ, ഈ ആദിമ ശിഷ്യന്മാർക്ക് വേണ്ടി വാദിച്ചെങ്കിൽ ഈ അന്തിമ കാലഘട്ടത്തിലെ ശിഷ്യന്മാർക്ക് വേണ്ടിയും ആര് ദൈവസന്നിധിയിൽ ചോദിക്കും? സാത്താൻ ഇയ്യോബിനെ ചോദിച്ചതുപോലെ തന്നെ ചോദിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ല പ്രാർത്ഥനയുള്ളവരായി, നല്ല വചനം ചങ്കിനകത്തുള്ളവരായി മാറ്റപ്പെട്ടില്ലെങ്കിൽ ഈ സാത്താന്റെ മുമ്പിൽ പരാജിതരായി തീരുന്ന ഒരവസ്ഥ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കുന്നു. അതോടൊപ്പം തന്നെ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എങ്ങനെയാണെന്ന് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 7:37 കൂടെ ഒന്ന് വായിക്കാമോ? സാത്താൻ നമ്മുടെ മേൽ ഒരു അധികാരവും ഒരു ആധിപത്യവും ഇല്ല. എന്നാൽ എപ്പോഴാണ് അധികാരവും ആധിപത്യവും ലഭിക്കുന്നതെന്ന് അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കോസ് 7:37. ആ പട്ടണത്തിൽ പാപിയായ ഒരു സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നത് അറിഞ്ഞ് ഒരു വെങ്കൽ ഭരണി പരിമള തൈലം. വിശുദ്ധ ലൂക്കോസ് 7 എടുത്തിരിക്കുന്നത്. വിശുദ്ധ ലൂക്കോസ് 7 ആ പട്ടണത്തിൽ 37 അത് തന്നെയാണ് അച്ഛാ. 37 അതാണോ? ആ പട്ടണത്തിൽ പാപിയായ സ്ത്രീ അവൻ പരീശന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്ന 31 പരിമളതൈലം കൊണ്ടുവന്നു. പുറകിൽ അവന്റെ കാൽക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. കണ്ണുനീർ കൊണ്ട് അവന്റെ കാൽ നനച്ചു തുടങ്ങി. തലമുടി കൊണ്ട് തുടച്ചു, കാൽ ചുംബിച്ചു. തൈലം പൂശി അവനെ ക്ഷണിച്ച പരീശൻ അത് കണ്ടിട്ട്, ഇവൻ പ്രവാചകനായിരുന്നുവെങ്കിൽ തന്നെ തൊടുന്ന സ്ത്രീ ആരെന്നും എങ്ങനെയുള്ളവൾ എന്നും അറിയുമായിരുന്നു. അവൾ പാപിയല്ലോ എന്ന് ഉള്ളിൽ പറഞ്ഞു. ശീമോനെ, നിന്നോട് ഒന്ന് പറയുവാനുണ്ട് എന്ന് യേശു പറഞ്ഞതിന്, ഗുരു പറഞ്ഞാലും എന്നവൻ പറഞ്ഞു. കടം കൊടുക്കുന്ന ഒരുത്തന് മതി. അതായത് ഞാൻ എഴുതി വെച്ച റെഫറൻസ് തെറ്റിപ്പോയതാണ്. ബാക്കി എങ്ങനെയാണ്? ശവം ഉള്ളിടത്ത് കഴുക്കൽ വന്ന് കൂടും. ആർക്കെങ്കിലും അറിയാമോ? മത്തായിയുടെ സുവിശേഷത്തിലാണ്. വിശുദ്ധ മത്തായി ഏത് അധ്യായമാണോ അറിയാമോ? നിങ്ങൾ നോക്കി വെച്ചാ മതി. അങ്ങനെ ഒരു വാക്യം ഉണ്ട് എന്തായാലും. ശവം ഉള്ളിടത്ത് കഴുക്കൽ വന്നുകൂടും. അതായത് പാപം ഉള്ളിടത്ത് സാത്താൻ വന്നുകൂടും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപം ഉണ്ടോ അവിടെ സാത്താന് അധികാരമുണ്ട്. പാപം ഇല്ലാഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? പാപം ഇല്ലാത്തവനെ പാപത്തിൽ വീഴ്ത്താനും അവനെ നശിപ്പിക്കാനും സാത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ കൂടെ പാപം എവിടെയുണ്ടോ അവിടെ സാത്താൻ ആധിപത്യം എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാവ് 59 ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നുണ്ട്. കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, പിന്നെ ചെവി മന്ദമായിട്ട്, കേൾപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ ചെവി മന്ദമായിട്ടില്ല, പ്രവർത്തിക്കാതിരിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിയിട്ടില്ല. നിങ്ങളുടെ പാപങ്ങൾ എത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഭിന്നത ഉണ്ടാക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് പാപം ഉപേക്ഷിക്കണം, കുമ്പസാരിക്കണം, അടിക്കടിക്ക് കുമ്പസാരിച്ച് ദൈവകൃപയിലാകണം എന്നൊക്കെ സഭാപിതാക്കന്മാരെ പഠിപ്പിക്കുന്നത്. ഇതെല്ലാം പഠിച്ചതിന്റെ വെളിച്ചത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സാത്താന് അധികാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് ഈ അധികാരം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഇയ്യോബിന് വേണ്ടി വാദിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. 10-ാമത്തെ വാക്യം 1:10. ഇയ്യോബ് സാത്താൻ യഹോവയോട് പറയുകയാണ്, വെറുതെ ആണോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയോ? നീ അവന്റെ പ്രവൃത്തിയെ
അനുഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇതാണ് ദൈവഭക്തിയിൽ, നിഷ്കളങ്കതയിൽ, നിർമ്മലതയിൽ നേരുള്ളവനാക്കിയായി ജീവിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യുകയാണ്? ദൈവം നമുക്ക് ചുറ്റും ഒരു വേലി കെട്ടി പിശാച് തൊടാതെ വണ്ണം നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ അനുവാദമില്ലാതെ പിശാചിനെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അങ്ങനെ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും തലമുറകൾക്കും ലഭിക്കുമെന്ന് ഈ ഭാഗത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുകയാണ്. അതിനുശേഷം പിന്നീട് സാത്താൻ ഇയ്യോബിനോട് പറയുകയാണ്, ഈ സമ്പത്തും ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇയ്യോബ് ഇങ്ങനെ ദൈവഭക്തനായിട്ട് നിലകൊള്ളുന്നത്. നീ അവനെ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം ഒന്ന് എന്റെ കയ്യിൽ ഏൽപ്പിച്ച മതി എന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യാണ്? വിട്ടുകൊടുക്കുകയാണ്. ദൈവം വിട്ടുകൊടുത്തിട്ട് ഇയ്യോബിന്റെ മേൽ തുടരുതെന്ന് പറയുകയാണ്. പിന്നീട് നമുക്ക് ആ അധ്യായത്തിൽ കണ്ടെത്താൻ സാധിക്കും, ഇയ്യോബിന്റെ മൃഗസമ്പത്ത്, അദ്ദേഹത്തിന്റെ ദാസജനങ്ങൾ, അതിലുപരിയായിട്ട് അദ്ദേഹത്തിന്റെ 10 മക്കൾ ഒരു ദിവസം തന്നെ മരിച്ച് 10 ശവപ്പെട്ടിയിലായിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുകയാണ്. അങ്ങനെ വലിയൊരു തകർച്ചയിലേക്ക് സാത്താൻ ഇയ്യോബിന്റെ ജീവിതത്തെ പിടിച്ച് ഉലയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ അവസാനം എങ്ങനെയാണ്? 20-ാമത്തെ വാക്യം, ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇതിലൊന്നിലും ഇയ്യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം, ദൈവത്തിന് വിരോധമായിട്ട് സംസാരിക്കുകയോ ചെയ്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, സാത്താന്റെ പ്രേരണ മൂലം ദൈവം ഒരു പരീക്ഷണത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ ശോധന ഉറപ്പായിട്ടും എല്ലാ വിശുദ്ധ ജീവിതങ്ങളിലും ഉണ്ട്. അങ്ങനെ ഒരു ശോധന കടന്നു വരുമ്പോൾ നമ്മൾ ആരും നിരാശപ്പെടരുത്. കാരണം ഈ നശിച്ചു പോയതെല്ലാം, 1-ാം അധ്യായത്തിൽ നശിച്ചു പോയതെല്ലാം ഇയ്യോബിന്റെ ആ പുസ്തകം അവസാന അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് ലഭിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുക. അപ്പൊ ദൈവം അതിന് അനുവദിച്ചാലും നമ്മുടെ ആത്യന്തികമായ നമ്മുടെ നാശത്തിന് വേണ്ടിയിട്ടല്ല, ഇരട്ടി അനുഗ്രഹത്തിനും ഇരട്ടി കൃപകൾ തരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഈ പരീക്ഷണങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീരണം. 2-ാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 1-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, വീണ്ടും ദൈവസന്നിധിയിൽ ആര് പോയി നിൽക്കുകയാണ്? ഈ സാത്താൻ ദൈവസന്നിധിയിൽ പോയി നിൽക്കുകയാണ്. മാലാഖമാരുടെ കൂട്ടത്തിൽ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടെ ചോദിക്കുകയാണ്, നീ എവിടെ നിന്ന് വരുന്നു? സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ദൈവം വീണ്ടും ചോദിക്കുകയാണ്, എന്റെ ദാസനായ ഇയ്യോബിൽ നീ ദൃഷ്ടി വെച്ചോ? എന്നിട്ട് ദൈവം വീണ്ടും ഇയ്യോബിനെ പറ്റി പറയുകയാണ്, അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരും ഇല്ലല്ലോ. അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചു കൊണ്ടിരിക്കുന്നു. വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരുളി ചെയ്തു. അപ്പോ സാത്താനോട് ദൈവം പറയുകയാണ്, നീ എല്ലാം അവന്റെ നശിപ്പിച്ചിട്ടും കണ്ടോ, അവൻ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായി എനിക്കെതിരെ ഒരു പരാതിയും പറയാതെ അവന്റെ ഭക്തി അത് 100% ഭക്തിയോടുകൂടെ ഇപ്പോഴും നിലകൊള്ളുകയാണ്. പ്രിയമുള്ളവരെ, അഭിമാനം കൊള്ളുകയാണ് ദൈവം ആരെ പ്രതി? ഇയ്യോബിനെ പ്രതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള സഹനങ്ങളിൽ ദൈവത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ ദൈവം അഭിമാനം കൊള്ളുന്നുണ്ട് സാത്താന്റെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം സാത്താൻ വീണ്ടും ദൈവത്തോട് പറയുകയാണ്. 4-ാമത്തെ വാക്യം ഒന്ന് വായിക്കുമോ? 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. സാത്താൻ യഹോവയോട്, ത്വക്കിന് പകരം ത്വക്ക്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തന്റെ ജീവന് പകരം കൊടുത്തു കളയും. നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്തു നോക്കി ത്യജിച്ചു പറയുമെന്ന് ഉത്തരം പറഞ്ഞു. അതായത് ആദ്യത്തെ പരീക്ഷണം ഉണ്ടായപ്പോ സാത്താൻ പരാജിതനായി നിൽക്കുകയാണ്. കാരണം എന്താണ്? ഇതാ ഇയ്യോബ് ദൈവത്തിന് വിരോധമായി യാതൊന്നും പറയുന്നില്ല, അവന്റെ പഴയ ഭക്തിയിൽ തന്നെ അവൻ നിലകൊള്ളുകയാണ്. അപ്പൊ സാത്താൻ വീണ്ടും എന്ത് ചെയ്യാണ്? അവന്റെ പരീക്ഷ കടുപ്പിക്കുകയാണ്. അങ്ങനെ കടുപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഒരു അനുവാദം ചോദിക്കുകയാണ്. ഇപ്പോ ഇയ്യോബിന്റെ സമ്പത്തും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളൂ, എന്നാൽ
അവന്റെ ശരീരത്തെ ഒന്ന് തൊടാൻ എന്നെ അനുവദിക്കണം. പ്രിയപ്പെട്ടവരെ, അനുവാദം ദൈവം കൊടുത്തു. അതിനുശേഷം ഇങ്ങനെയാണ്, ഇതാ 6-ാമത്തെ വാക്യം, യഹോവ സാത്താനോട്, ഇതാ അവൻ നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു. അവന്റെ പ്രാണനെ മാത്രം തൊടരുത്, അവന്റെ ശരീരവും മനസ്സും എല്ലാം നിനക്ക് തരികയാണ്, അവന്റെ ആത്മാവിന്റെ മേൽ മാത്രം നിനക്ക് അനുവാദം ഇല്ല. അവസാനം പിന്നീട് നമ്മൾ കാണുന്നത് ഇയ്യോബിന്റെ ഉള്ളംകാലം മുതൽ നെറുക് വരെ വല്ലാത്ത പരുക്കൾ ബാധിക്കുകയും അതിലൂടെ ചലം പുറത്തേക്ക് വന്ന് ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഓട്ട് കഷ്ണം എടുത്ത് ചാരത്തിലിരുന്ന് ആ മുറിവ് ചുരണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇയ്യോബിന്റെ ഭാര്യമെന്ന് പറയുന്നത്, മനുഷ്യ, ഇനിയും നീ ദൈവഭക്തി മുറുകെ പിടിക്കുകയാണോ? പോയി തൂങ്ങിച്ചത്തുകൂടെ? പ്രിയപ്പെട്ടവരെ, കൂടെ നിൽക്കാൻ ദൈവം ചേർത്ത് നിർത്തിയവളായിരുന്നു, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കേണ്ടവളായിരുന്നു, ശക്തി പകർന്നു കൊടുക്കേണ്ടവളായിരുന്നു. പക്ഷെ എന്താ സംഭവിക്കുന്നത്? നേരെ വിപരീത സാഹചര്യമാണ് ഇയ്യോബിന്റെ ഭാര്യയിൽ നിന്ന് ഇയ്യോബിന് ഉണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പോഴും അദ്ദേഹം തളർന്നു പോകുന്നുണ്ടോ? തളർന്നു പോകുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയോട് വളരെ എളിമയോടുകൂടെ അദ്ദേഹം പറയുകയാണ്, നീ ഒരു മണ്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞ് ദൈവത്തെ അദ്ദേഹം മഹത്വപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 11 മുതലുള്ള വാക്യങ്ങളിൽ പിന്നീട് ഇയ്യോബിന്റെ കുറച്ച് സ്നേഹിതർ അവിടെ കടന്നു വരികയാണ്. ആ സ്നേഹിതരുടെ പേരൊന്ന് വായിക്കാമോ? 11-ാമത്തെ വാക്യം. അതിന് അനന്തരം തേമാന്യനായ ഏലിഫസ്, ശുഹ്യനായ ബിൽദാദ്, നയമാത്യനായ സോഫർ എന്നിങ്ങനെ ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹതപിപ്പാനും അവനെ ആശ്വസിപ്പിപ്പാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞൊത്തു. മതി. അതായത് നല്ല ഒരു സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതിലെ 3 പേരുടെ പേരുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇനി അത് ഓരോ അധ്യായങ്ങൾ, ഓരോ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തോട് സംവദിക്കുന്നത് പിന്നീടുള്ള ആഴ്ചകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അവരാദ്യം കടന്നു വന്ന് 7 ദിവസം 7 രാപ്പകൽ ഇയ്യോബിന്റെ ഈ അവസ്ഥ കണ്ട് അവന് വേണ്ടി ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുന്നതിനെ പറ്റിയാണ് പിന്നീടുള്ള ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ അവനോട് കൂടെ നിലത്തിരുന്ന് ഒരു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ഇയ്യോബിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയോടുകൂടെ ഇയ്യോബിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നീതിമാന്റെ സഹനത്തിന്റെ കാരണം എന്താണെന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഒരു കാരണം ഇതാണ്: പൈശാചിക പരീക്ഷയും പോരാട്ടവുമാണ് നീതിമാന്റെ സഹനത്തിനുള്ള ഒരു കാരണം. നന്നായി നന്മ ചെയ്ത് വിശുദ്ധിയിലൊക്കെ ജീവിച്ചിട്ടും സഹനം ഉണ്ടാകുന്നതിന്റെ കാരണം ഒന്ന്, അതിന്റെ പുറകിൽ ഒരു അന്ധകാര അരൂപിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്താനായിട്ട് ഈ പുസ്തകം പഠിക്കുമ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനി അടുത്ത ആഴ്ചകളിൽ തുടർന്ന് അധ്യായങ്ങൾ പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം.